ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വയനയില, തെരളിയില എന്നൊക്കെ അറിയപ്പെടുന്ന ഒട്ടുമിക്ക വീടുകളിലും കാണപ്പെടുന്ന ഈ ഇലയെക്കുറിച്ചിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ ഈ ഇല വയനയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം തയ്യാറാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഇല കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടിയുടെ സൗന്ദര്യത്തിന്, നമ്മുടെ ശരീര ദുർഗന്ധം അകറ്റാൻ, അതുപോലെ പല്ലുകളുടെ ആരോഗ്യത്തിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഇല ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇലയ്ക്ക് നല്ല മണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഇല ബിരിയാണിയിലൊക്കെ മണം കിട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഇല പച്ചയായിട്ടും ഉണക്കിയെടുത്തും ബിരിയാണിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇലകളാണ് ബേ ലീഫ് എന്ന് അറിയപ്പെടുന്നത്. ഗരം മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ ബേ ലീഫ് കൂടി ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ഈ ഇലയിൽ തയ്യാറാക്കുന്ന കുമ്പളപ്പവും നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് സാധാരണ അറിയുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഇലകൾ ഉപയോഗിച്ച് നല്ലൊരു ഹെർബൽ ടീ എങ്ങനെ തയ്യാറാക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നമുക്ക് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഷാമ്പു തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ ടീ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ വാതരോഗങ്ങൾ മാറാൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീരവേദന, ജോയിൻസ് ഉണ്ടാകുന്ന പെയിന്, ജോയിൻസ് ഉണ്ടാകുന്ന നീർക്കെട്ട്, അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നല്ലതുപോലെ ആകാനൊക്കെ ഈ ഒരു ഇല ഉപയോഗിച്ചുള്ള ഹെർബൽ ടീ നമുക്ക് നല്ലതുപോലെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പുകൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പല്ലിൻ്റെ സൗന്ദര്യത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ കമ്പ് ഉണക്കി പൊടിച്ച് നല്ലതുപോലെ കത്തിച്ചെടുത്തതിന് ശേഷം ആ ഒരു കരി ഉപയോഗിച്ച് തേക്കുന്നത് പല്ല് വെളുക്കുന്നതിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ കമ്പ് ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ചെയ്യുന്നതും നമ്മുടെ പല്ലിന് ദൃഢത കിട്ടുന്നതിനും പല്ലിന് ആരോഗ്യം ഉണ്ടാകുന്നതിനും നല്ല കളർ കിട്ടുന്നതിനും ഒക്കെ സഹായിക്കും. ഇപ്പോൾ നമ്മൾ വയനയില മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗരം മസാലകൾ തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ ഇതിന് നല്ല മണമുള്ളത് കൊണ്ട് ഹെർബൽ ഷാമ്പുകൾ, സോപ്പുകൾ, ഡൈകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്ന ഉണക്കിയെടുത്ത ഈ ഇലകൾ നമ്മൾ അരിയുടെ പാത്രത്തിൽ, അതുപോലെ തന്നെ ഉഴുന്ന് പോലുള്ള ധാന്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇടുകയാണെങ്കിൽ ഉളുക്കാതിരിക്കാനും അതുപോലെ തന്നെ പെട്ടെന്നത് ചീത്തയാകാതിരിക്കാനും ഒക്കെ സഹായിക്കും. ഇപ്പം നമുക്ക് ഹെർബൽ ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഹെർബൽ ടീ തയ്യാറാക്കുന്നത് ഉണങ്ങിയ വയനയില കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബേ ലീഫ് കൊണ്ടാണ്. ഇതിലേക്ക് നമുക്ക് 2-3 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കുന്ന ഹെർബൽ ടീ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുന്നതിനും നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്ത് പോകാനും ശരീര ദുർഗന്ധം മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ വായുനാറ്റം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു പട്ട ഇട്ട് കൊടുക്കാം, ഒരു കറുകപ്പട്ട. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇത് ചെറുതായി തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ ഒരു ടീയിലേക്ക് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂണോളം ഹണി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഇതിലേക്ക് ഹണിയും ലെമണും ചേർത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ മിസ്സായി പോയതാണ്. നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ അതുകൂടി ചേർക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഈ വയനയില ഉപയോഗിച്ച് വളരെ നല്ലൊരു ഷാമ്പു, ഹെർബൽ ഷാമ്പു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വയനയില എടുക്കാം. ആ വയനയില നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഷാമ്പു വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ മുടിയുടെ ഒട്ടുമിക്ക പ്രോബ്ലങ്ങളും ഈ ഒരു ഷാമ്പു സ്ഥിരമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ പരിഹരിക്കപ്പെടും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഹെർബൽ ഷാമ്പു ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ അകാല നര മാറിക്കിട്ടും. അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു കിട്ടും. താരൻ പോലുള്ള പ്രോബ്ലംസിനൊക്കെ നല്ലൊരു പരിഹാരമാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ബേ ലീഫ് വയനയില നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പം നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഈ ചെമ്പരത്തി താളിയൊക്കെ തയ്യാറാക്കുന്ന പോലുള്ള നല്ല കൊഴുകൊഴുപ്പുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഈ വയണയില അരച്ചപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഈ പനിക്കൂർക്കയുടെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നീർക്കെട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കിത് ഒരു 4-5 പനിക്കൂർക്കയുടെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹെർബൽ ഷാമ്പൂവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഷാമ്പൂവിന് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു മണമാണുള്ളത്. ഈ ഒരു മണം കുറേ നേരത്തേക്ക് നമ്മുടെ മുടിയിൽ നിൽക്കും. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് യാതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള യാതൊരു ഫ്രാഗ്രൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തികച്ചും ഇതൊരു ഓർഗാനിക്കാണ്. നമ്മുടെ മുടിക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു ഷാമ്പൂ ആണിത്. ഇപ്പം നമ്മുടെ ഷാമ്പൂ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വെക്കാം. ഈ ഒരു ഷാമ്പു നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ അകാല നിറം മാറിക്കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ്, താരൻ, അതുപോലെ മുടി കൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ ഒരു ഷാമ്പു നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മുടിയിൽ മാത്രമല്ല നമ്മുടെ മുഖത്തും ശരീരത്തും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ടോണറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഷാമ്പു നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ ഒരു ഷാമ്പു നമുക്ക് പുറത്ത് തന്നെ ഒരാഴ്ചയോളം യാതൊരു കേടും കൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പം കിട്ടുന്ന ഈ ഒരു വേസ്റ്റ് ഇത് നമുക്ക് നല്ലൊരു സ്ക്രബ്ബറായിട്ട് മുഖത്തും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും. ഇനി ഞാനിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് ഒന്നുമില്ലാത്ത ഒരു ജാറിലേക്ക് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്നും കരുതുന്നു. ഈ ഒരു ഇലയ്ക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഇല എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.